റെന എന്ന് പറഞ്ഞൊരു കുട്ടി, എനിക്കറിയാം അവള് മുതിർന്നവരെ ബഹുമാനിക്കുന്നതാണോ അല്ല ബഹുമാനിക്കാത്ത കുട്ടിയാണോ എന്ന് എനിക്കറിയാം. കാരണം ഞാൻ 18 വയസ്സ് വരെ ഞാൻ അവളെ നോക്കി വളർത്തിയ ഒരു മോളാണ്. അവൾ പോയ അന്ന് തൊട്ട് ഇന്ന് വരെ അവള് ഫേസ് ചെയ്യുന്ന ഒരേ ഒരു കാര്യം, ചെറിയ കുട്ടിയാണ്, നീ ചെറുത് എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തുന്നത് ഒരുപാട് ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. അപ്പൊ ബിഗ് ബോസ് മലയാളം സീസൺ 7 മത്സരാർത്ഥിയായിട്ടുള്ള റെന ഫാത്തിമ, ബിഗ് ബോസിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മത്സരാർത്ഥിയാണ് അല്ലെ റെന ഫാത്തിമ. വെറും 19 വയസ്സിൽ പുള്ളിക്കാരി ബിഗ് ബോസ് എന്ന് പറയുന്ന വലിയൊരു റിയാലിറ്റി ഷോയിൽ കയറി പറ്റി എന്നുള്ളതാണ്. ഇന്നേ വരെ ഈ പ്രായത്തിൽ ആരും ബിഗ് ബോസിൽ കയറിയിട്ടില്ല. അപ്പൊ ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്ര വലിയൊരു ഷോയിലേക്ക് കയറി പറ്റുക എന്ന് പറഞ്ഞാണെങ്കിൽ അത് ചില്ലറ അച്ചീവ്മെന്റ് ഒന്നുമല്ല, അത് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ഈ പ്രായത്തിൽ ബിഗ് ബോസിൽ കയറിയതിന്റെ ചെറിയ ചെറിയ കുറവുകളൊക്കെ റെന ഫാത്തിമക്കുണ്ട് അല്ലെ. മെയിനായിട്ട് റെനയെ കുറിച്ച് എല്ലാവരും പറയുന്നത് 3 കാര്യങ്ങളാണ്. 1 പക്വതക്കുറവ്, 2 ചീവീടിന്റെ സൗണ്ട്, 3 ബഹുമാനമില്ലായ്മ. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ബഹുമാനമില്ലായ്മയാണ്. പ്രായമുള്ളവരെന്നോ ഇല്ലാത്തവരെന്നോ ഒന്നും കൺസിഡർ ചെയ്യാതെ എല്ലാവരും അങ്ങോട്ട് പോയി ചെറിയലാണ് മെയിനായിട്ട് പുള്ളിക്കാരുടെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് അല്ലെ. ശരിക്കും പറഞ്ഞാൽ ഒരു ചൊറിച്ചിലുകാരിയാണ് റെന ഫാത്തിമ. അതുകൊണ്ട് തന്നെ അതിന്റേതായ പഴികളും പുള്ളിക്കാരിക്ക് കേൾക്കേണ്ടി വരുന്നുണ്ട്. എനിവേ ഞാനിപ്പോ ഇതിനെ കുറിച്ച് സംസാരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ റെന ഫാത്തിമയുടെ ഉമ്മ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ പിന്നെ ചില കാര്യങ്ങൾ പറയണമെന്ന് തോന്നി, അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഈ വീഡിയോ. നമുക്ക് എന്തായാലും റെന ഫാത്തിമയുടെ ഉമ്മക്ക് പറയുന്ന കാര്യങ്ങളൊന്നും കേട്ടോക്കാം. കുറേ പേര് പറയുന്നുണ്ട് ഇതിൽ തന്നെ, ഞാനിടുന്ന വീഡിയോയിൽ തന്നെ, ഞാൻ വോട്ട് ചോദിച്ച വീഡിയോയിൽ തന്നെ ഒരുപാട് ആൾക്കാർ വന്ന് കമന്റ് ഇട്ടിട്ടുണ്ട്. മൂക്ക് റെസ്പെക്ട് പഠിപ്പിച്ചിട്ടില്ല, റെസ്പെക്ട് ഇല്ലാത്തതാണ്, ചീവീടിന്റെ സൗണ്ട് ഭയങ്കര ഇറിറ്റേറ്റിംഗ്, അങ്ങനെ ഒട്ടും റെസ്പെക്ട് ഇല്ലാത്തത്, അഹങ്കാരി, അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ വന്ന് പറയുന്നുണ്ട്. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അത് ബിഗ് ബോസ് ഹൗസ് ആണ്, ഗെയിം കളിക്കാനാണ് അവിടെ പോയത്, അല്ലാതെ എല്ലാവരും റെസ്പെക്ട് ചെയ്യാനും ഇതാക്കാനും അല്ല പോയത്. അതെ, ആ പറഞ്ഞത് കറക്റ്റ് ആണ്. ഗെയിം കളിക്കാനാണ് എല്ലാവരും ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുന്നത്, അല്ലാണ്ട് റെസ്പെക്ട് കൊടുത്തും കിട്ടി നിൽക്കാനല്ല. പിന്നെ ബിഗ് ബോസ് അല്ല മറ്റെവിടെയാണെങ്കിലും നമ്മൾ നിൽക്കുന്നത് പോലെ ഇരിക്കും നമുക്ക് റെസ്പെക്ട് കിട്ടുന്നതും കൊടുക്കുന്നതും ഒക്കെ, അത് വേറെ കാര്യം. ഞാനതൊന്ന് ജസ്റ്റ് തുടങ്ങി വെച്ചെന്നേ ഉള്ളൂ കേട്ടോ. ഇനിയും ഈ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, നമ്മൾ എന്തായാലും ഒന്ന് കണ്ടോക്കാം. റെസ്പെക്ട് എന്ന് പറയുന്ന സാധനം നമ്മൾ ചോദിച്ചിട്ട് വാങ്ങുന്നതല്ല. എന്നെ റെസ്പെക്ട് ചെയ്യ് എന്ന് പറഞ്ഞ് ചോദിച്ച് വാങ്ങുന്ന ഒരു സാധനമല്ല റെസ്പെക്ട് എന്ന് പറയുന്നത്. ഒരു പക്ഷേ നിങ്ങൾ ഗെയിം കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ബിഗ് ബോസ് കണ്ട വ്യക്തികളാണെങ്കിൽ കറക്റ്റ് മനസ്സിലാവും. അവൾ പോയ അന്ന് തൊട്ട് ഇന്ന് വരെ അവൾ ഫേസ് ചെയ്യുന്ന ഒരേ ഒരു കാര്യം, ചെറിയ കുട്ടിയാണ്, നീ ചെറുത് എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തുന്നത് ഒരുപാട് ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. ഓക്കെ, മേ ബി അങ്ങനെ മാറ്റി നിർത്തുന്നുണ്ടായിരുന്നില്ലേക്കാം. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം റെനൻ അങ്ങനെ പ്രായത്തിന്റെ പേരിൽ കോർണർ ചെയ്യുന്നത് വളരെ കുറവാണ്. ഞാൻ സ്ഥിരമായി ബിഗ് ബോസിന് എപ്പിസോഡ് കാണുന്ന ഒരു വ്യക്തിയാണ്, അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. ഇനി ഞാൻ ശ്രദ്ധിക്കാതെ പോയതാണോ എന്ന് അറിയില്ല. എനിവേ ഇനി റെന ഫാത്തിമയുടെ ഉമ്മ പറയുന്ന പോലെ തന്നെ പലരും അവളെ പ്രായത്തിന്റെ പേരും പറഞ്ഞ് കോർണർ ചെയ്യുന്നുണ്ട് എന്ന് തന്നെ വെക്കാം. അങ്ങനെ വെക്കുന്നുണ്ടെങ്കിൽ തന്നെ അതൊരു ഗെയിം സ്ട്രാറ്റജി ആയിട്ട് കണ്ടാൽ പോരെ. ഇപ്പൊ ഉമ്മ തന്നെ തൊട്ടുമുമ്പ് പറഞ്ഞല്ലോ, ബഹുമാനം കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ, ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുന്നത് എന്ന്. അപ്പൊ അതിലൂടെ ഉമ്മ പറഞ്ഞു വെക്കുന്നത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വെച്ച് ഒരാളെ നമ്മൾ ബഹുമാനിക്കുന്നില്ല എങ്കിൽ അതിന് പേരിൽ പ്രശ്നം ഉണ്ടാക്കേണ്ടതില്ല, അത് സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്താൽ മതി എന്നുള്ളതല്ലേ. അതേപോലെ തന്നെ പ്രായത്തിന്റെ പേരിൽ കോർണർ ചെയ്യപ്പെടുന്നതും ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ അങ്ങ് എടുത്താൽ മതി എന്ന്. എല്ലാം അങ്ങ് സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അല്ലാതെ ബഹുമാനത്തിന്റെ കാര്യം വരുമ്പോൾ സ്പോർട്സ്മാൻ സ്പിരിറ്റ് വേണം, പ്രായത്തിന്റെ കാര്യം വരുമ്പോൾ സ്പോർട്സ്മാൻ സ്പിരിറ്റ് പാടില്ല, അങ്ങനൊന്നും ഇല്ലല്ലോ. എല്ലാം ഒരേ രീതിയിൽ അങ്ങ് കാണാം, അത്രേ ഉള്ളൂ. ബാക്കി പറഞ്ഞോട്ടെ. റെസ്പെക്ട് എന്ന് പറയുന്ന സാധനം ഗിവ് ആൻഡ് ടേക്ക് ആണ്. നമുക്ക് കിട്ടിയാലേ നമ്മൾ തിരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്നവർക്ക് അവൾ തിരിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് പറഞ്ഞത് ഓക്കെ, റെസ്പെക്ട് എന്ന് പറയുന്നത് ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണ്. പക്ഷെ രണ്ടാമത് പറഞ്ഞ കാര്യം, അതായത് റെസ്പെക്ട് ഇങ്ങോട്ട് കൊടുക്കുന്നവൾക്ക് അവൾ തിരിച്ചു കൊടുക്കുന്നുണ്ട് എന്ന്, വിച്ച് മീൻ ഇങ്ങോട്ട് കിട്ടിയാലേ ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നുള്ളൊരു ചിന്താഗതി അല്ലേ. ഞാൻ എല്ലാവരും റെസ്പെക്ട് ഒക്കെ ചെയ്യും, പക്ഷെ എനിക്ക് ആദ്യം കിട്ടണം, അതെന്ത് ചിന്താഗതിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെയുള്ളവരൊക്കെ നമ്മൾ ബേസിക്കലി വിളിക്കുന്നത് തന്റേടികൾ, അഹങ്കാരികൾ എന്നൊക്കെയാണ്. ആരെയും കൂസാത്ത പ്രകൃതം, ആർക്കും ഒരു ബേസിക് റെസ്പെക്ട് കൊടുക്കില്ല, ഇങ്ങോട്ട് കിട്ടിയാൽ മാത്രമേ അങ്ങോട്ട് കൊടുക്കുന്നുള്ളൊരു ചിന്താഗതി. അങ്ങനെയുള്ളവരൊക്കെ നമ്മൾ അഹങ്കാരികൾ എന്നാണ് അഭിസംബോധന ചെയ്യാറ്. പക്ഷെ റെന ഫാത്തിമ ഒരു അഹങ്കാരിയാണെന്നല്ലോ ഞാൻ പറഞ്ഞു വരുന്നത്. ആരും അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട. ഉമ്മ പറഞ്ഞതിന്റെ ഒരു റിയാലിറ്റി ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ബാക്കി പറഞ്ഞിട്ട് എന്തായാലും. റെന എന്ന് പറഞ്ഞൊരു കുട്ടി, എനിക്കറിയാം അവള് മുതിർന്നവരെ ബഹുമാനിക്കുന്നതാണോ അല്ല ബഹുമാനിക്കാത്ത കുട്ടിയാണോ എന്ന് എനിക്കറിയാം. കാരണം ഞാൻ 18 വയസ്സ് വരെ ഞാൻ അവളെ നോക്കി വളർത്തിയ ഒരു മോളാണ്. അതിപ്പോ ബിഗ് ബോസ് കണ്ടപ്പോ ഞങ്ങൾക്ക് മനസ്സിലായിക്കുന്നു അവള് മുതിർന്നവരെ ബഹുമാനിക്കുന്ന കുട്ടിയാണോ അല്ലേ എന്നുള്ളത്. പ്രത്യേകിച്ച് 40 വയസ്സൊക്കെ ഒനിയലിനോടുള്ള പുള്ളിക്കാരന്റെ പെരുമാറ്റം, അതൊക്കെ കാണേണ്ട തന്നെയാണ് മക്കളെ. ഞാൻ ചെറിയൊരു ഭാഗം കാണിച്ചു തരാം. ഓക്കെ, കണ്ടല്ലോ, ഇതാണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു 40 വയസ്സ് പ്രായമുള്ള ഒരാളോടാണ് പുള്ളിക്കാരി ഇങ്ങനെ പെരുമാറുന്നത്. ഇതിന് തന്നെ മനസ്സിലാക്കാൻ പറ്റും പുള്ളിക്കാരിക്ക് മുതിർന്നവരോട് റെസ്പെക്ട് ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. ഇതൊന്നും ഞാൻ റെന ഫാത്തിമനെ താഴ്ത്തി കെട്ടാൻ വേണ്ടി പറയുന്നല്ലേ കേട്ടോ. ഉമ്മ ഓരോന്ന് ഇങ്ങനെ പറയുന്നത് കൊണ്ട് ഞാൻ മറുപടി പറയുന്നത് മാത്രം.
എന്തായാലും ഉമ്മ ബാക്കി പറഞ്ഞോട്ടെ. അവള് റെസ്പെക്ട് കൊടുക്കേണ്ട സ്ഥലത്ത് അവള് റെസ്പെക്ട് കൊടുത്തിട്ട് തന്നെയാണ് ഇന്ന് ഇതുവരെ വളർന്നിട്ടുള്ളത്. ഞങ്ങൾ അങ്ങനെ തന്നെയാണ് അവളെ പഠിപ്പിച്ചിട്ടുള്ളത്. അവളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവളൊരു നല്ല മനസ്സിന്റെ ഉടമയാണെന്ന് എനിക്കറിയാം. അവളുമ്മയായ എനിക്കറിയാലോ അവൾ എത്രത്തോളം റെസ്പെക്ട് കൊടുക്കുന്നതാണോ കൊടുക്കാത്തതാണോ എന്ന് എനിക്കറിയാം. എല്ലാവർക്കും റെസ്പെക്ട് കൊടുത്ത് വളർന്ന് ഇന്നും റെസ്പെക്ട് കൊടുക്കുന്ന മോൾ തന്നെയാണ്. ഓക്കെ, ഉമ്മ പറഞ്ഞതിന് വീണ്ടും വീണ്ടും പറയുന്നതാണ് അല്ലേ, എന്റെ മകൾ എല്ലാവർക്കും റെസ്പെക്ട് കൊടുക്കുന്നുണ്ട്, ഞാൻ അവളെ എങ്ങനെയാണ് വളർത്തിയത്, ഇങ്ങനെ അങ്ങനെയെന്നൊക്കെ അല്ലേ. ഞാൻ അതിനൊരിക്കലും കുറ്റം പറയില്ല കേട്ടോ. മകളോട് സ്നേഹമുള്ള ഏത് ഉമ്മയാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ സംസാരിക്കത്തുള്ളൂ. ഇതിപ്പോ എന്നെ കുറിച്ചൊരു മോശം കാര്യം വന്നാലും എന്റെ ഉമ്മയോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ഉമ്മ ഇങ്ങനെയൊക്കെ തന്നെ പറയത്തുള്ളൂ, അത് വേറെ കാര്യം. ഞാനും അതിനെ ഒരു സെൻസിൽ കാണുന്നുള്ളൂ. പക്ഷെ മകളെ ന്യായീകരിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് തിരിച്ചു പറയാതിരിക്കാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് പ്രതികരിക്കുന്നെന്ന് മാത്രം. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 19 വയസ്സേ ആയിട്ടുള്ളൂ അവൾക്ക്. ആ എന്ത് വർത്താനാണ് ഉമ്മ, 19 വയസ്സേ ആയിട്ടുള്ള അവൾക്ക് എന്നൊക്കെ. ഇതേ ഉമ്മ തന്നെയല്ലേ കുറച്ച് മുമ്പേ പറഞ്ഞത് പ്രായത്തിന്റെ പേര് പറഞ്ഞ് അവരെല്ലാരും കോർണർ ചെയ്യുന്നൊക്കെ. ആ ഉമ്മ തന്നെ ഇങ്ങനെ പുച്ഛിച്ച് പറയാണ് 19 വയസ്സായിട്ടുള്ള അവൾക്ക് എന്നൊക്കെ. എന്താണ് ഉമ്മ സംസാരിക്കുമ്പോൾ സൂക്ഷിച്ചൊക്കെ സംസാരിക്കണ്ടേ? എന്തായാലും ബാക്കി പറഞ്ഞോട്ടെ. ആ 19 വയസ്സിൽ ഇന്ന് ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമായ ബിഗ് ബോസ് ഹൗസിലേക്ക് അവൾ എത്തിയിട്ടുണ്ടെങ്കിൽ അത് അവളെ കഴിവ് തന്നെയാണ്. അവൾക്ക് നല്ലൊരു മനസ്സുണ്ടായത് കൊണ്ട് നല്ലൊരു കഴിവ് അതിനെ കൊടുത്തു. അത് ശരി, നല്ല മനസ്സുള്ളവരൊക്കെ ബിഗ് ബോസിൽ എത്തുന്ന ആരാണ് ഉമ്മനോട് പറഞ്ഞത്? അതൊരു പുതിയ അറിവാണ് കേട്ടോ. അങ്ങനെങ്കിൽ ഇവിടെ ഗാന്ധിജിനെ പോലെ മദർ തെരേസനെ പോലുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടാവുക. ഇപ്പോൾ എല്ലാത്തിനും പടിയടിച്ച് പെണ്ണം വെക്കേണ്ടി വരും. എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും മോശം മനസ്സിലുള്ള ആൾക്കാർ ആരാണോ ഒരു തെരഞ്ഞ് കണ്ടുപിടിക്കാണ് ബിഗ് ബോസ് ചെയ്യുന്നത്. കാരണം ബിഗ് ബോസിന് മാനദണ്ഡം തന്നെ വഴക്കുണ്ടാക്കലാണല്ലോ. അപ്പൊ നല്ലോണം വഴക്കുണ്ടാക്കാൻ അറിയാവുന്നവരാരാണോ അവരായിരിക്കും ബിഗ് ബോസ് മാക്സിമം പിക്ക് ചെയ്യാൻ നോക്കുക. ഇത്രയും കാലത്തെ ബിഗ് ബോസിന്റെ ഒരു ചരിത്രം അതാണല്ലോ. അപ്പൊ മനസ്സിന്റെ കാര്യം നമ്മളോട് പറയാൻ നിൽക്കണം. പിന്നെ കഴിവിന്റെ കാര്യം അത് പിന്നെയും അംഗീകരിക്കാം. കഴിവിന്റെ അടിസ്ഥാനത്തിൽ പലരും ബിഗ് ബോസ് ഹൗസിൽ എത്തിയിട്ടുണ്ട് അല്ലേ. പിന്നെ ബിഗ് ബോസിൽ എത്തുക എന്ന് പറയുന്ന ഒരു കഴിവ് തന്നെയാണ്. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. ആദ്യങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് ബിഗ് ബോസ് ഹൗസ് ആണ്. നമ്മളെ വീട്ടിലെ സ്വഭാവം അവിടെ എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവിടെ ജീവിച്ചു പോകാൻ പറ്റൂല. നമ്മൾ ഗെയിം കളിക്കാൻ പോവാ, അത് ഒരാളെ ഇറിറ്റേറ്റ് ചെയ്യുക, ഒരാളെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടും ഇതാക്കിയിട്ടും അങ്ങനെ ഗെയിം കളിച്ച് മുന്നേറാനുള്ളതാണ് ബിഗ് ബോസ് ഹൗസ്. ശരി, ഇതൊക്കെ ആരാണ് നിങ്ങൾക്ക് പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരാളെ മനസ്സിനെ വേദനിപ്പിച്ചും ഇറിറ്റേറ്റ് ചെയ്തും ഒക്കെ ഇവിടെ ഗെയിം കളിക്കണമെന്ന് ഇതാണ് നിങ്ങൾ കുടുംബത്തോട് മനസ്സിലാക്കി വെച്ചേക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. വെറുതെ അല്ല ബിഗ് ബോസ് ഹൗസിൽ വന്ന് ഒരുമാതിരി ചൊറിയുന്ന സ്വഭാവം കാണിക്കുന്നത്. വീട്ടിൽ നിന്നും ഇതൊക്കെ തന്നെയല്ല പറഞ്ഞു വിടുന്നത്. ഒരാളുടെ മനസ്സ് വിഷമിപ്പിച്ചിട്ട് ഗെയിം കളിക്കണം പോലും. അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ നിങ്ങൾ കുടുംബത്തോടെ തന്നെ ബിഗ് ബോസിനെ കുറിച്ച് ചിന്തിച്ച് വെച്ച് ചിന്താഗതിയെ തെറ്റാണ്. ഇതൊരു സർവൈവൽ ഗെയിമാണ്. മാക്സിമം പിടിച്ച് നിൽക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതിൽ നിങ്ങൾക്ക് പല രീതികളും പറ്റാം. അതിലിങ്ങനെ മനസ്സ് വിഷമിപ്പിച്ചാലേ ജയിക്കാനാകുമെന്നൊന്നുമില്ല. അങ്ങനെ മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്യാതെ, അങ്ങനെ മറ്റുള്ളവരുടെ മനസ്സ് വിഷമിപ്പിക്കാതെ എത്ര ആളുകൾ ബിഗ് ബോസ് ജയിച്ചു വന്നിട്ടുണ്ട്. അതിലൊരു എക്സാമ്പിൾ ആണ് അഖിൽ മാരാറ് അല്ലെ. എന്തായാലും കൊള്ളാം. വെറുതെ അല്ല ബിഗ് ബോസിലെ റെന ഫാത്തിമ ഇങ്ങനെ ആയി പോയത്. എന്തായാലും ബാക്കി ഉണ്ടോക്കാം. എന്റെ മോള് നല്ല റെസ്പെക്ട്, അവള് ബാപ്പക്കായാലും ഉമ്മക്കായാലും ബാക്കിയുള്ളവർക്കായാലും ഒരുപാട് റെസ്പെക്ട് തരുന്ന നല്ലൊരു മോളനാണത്. ബാപ്പാന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. ഒരു ദിവസം മുന്നേ ബിഗ് ബോസ് ഹൗസിൽ ഒരു ഡിബേറ്റ് മത്സരം ഉണ്ടായിരുന്നു. ആ സമയത്ത് അനുമോളായിട്ട് ഡിബേറ്റ് ചെയ്യുന്ന സമയത്ത് റെന ഫാത്തിമ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. നമ്മൾ ഒന്ന് കണ്ടോക്കാം. ഓരോരുത്തരുടെ ജീവിത സാഹചര്യങ്ങളും വ്യത്യാസമാണ്. ആളുകൾ മാറുന്നതിനനുസരിച്ചിട്ടാണ് ജീവിത സാഹചര്യങ്ങൾ മാറുക. അല്ലാതെ പ്രായം മാറുന്നതിനനുസരിച്ചിട്ടല്ല ജീവിത സാഹചര്യം മാറാം. എന്നിട്ട് അച്ഛനെ കയറി ഇടാന്ന് വിളിക്കൂ. അച്ഛൻ ഇങ്ങോട്ട് കയറി പോടാന്ന് വിളിക്കുകയാണെങ്കിൽ തിരിച്ച് ഇടാന്ന് വിളിക്കാനുള്ള അവകാശമുണ്ട്. അദ്ദേഹം ഇങ്ങോട്ട് എനർജിയാണ് ഞാൻ തിരിച്ചു. എന്തൊക്കെയാണ് ഈ പെണ്ണ് വിളിച്ച് പറയുന്നത്? അച്ഛൻ ഇങ്ങോട്ട് കയറി ഇടാന്ന് വിളിച്ചാണെങ്കിൽ പോടാന്ന് വിളിക്കാനുള്ള അവകാശം എനിക്കുണ്ടെന്നൊക്കെ. ഇതാണ് ആളുടെ ചിന്താഗതി എന്ന് പറയുന്നത്. പ്രായമുള്ളവരെ ഓവറായിട്ട് ബഹുമാനിക്കണമെന്ന് ചിന്താഗതിയൊന്നും എനിക്കില്ല. പക്ഷെ പ്രായമുള്ളവരോട് സംസാരിക്കുമ്പോൾ ഇച്ചിരി മര്യാദയോടുകൂടി സംസാരിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. മെയിനായിട്ട് അവരോട് സംസാരിക്കുമ്പോൾ ഇച്ചിരി വിനയം കാണിക്കുക, അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ തയ്യാറാവുക. ഇതൊക്കെ നമ്മൾ പ്രായമുള്ളവരോട് കാണിക്കേണ്ട ഒരു മര്യാദയാണ്. അല്ലാണ്ട് ഇങ്ങോട്ട് എടാന്ന് വിളിക്കുമ്പോഴേക്കും അങ്ങോട്ട് പോടാന്ന് വിളിക്കാനൊക്കെ പോയി കഴിഞ്ഞാണെങ്കിൽ എവിടെ എത്തി നിൽക്കും കാര്യങ്ങൾ? ആളുകൾ പ്രായം കുറഞ്ഞ ആളുകളെ എടാ പോടാന്നൊക്കെ വിളിക്കുന്നത് സർവ്വസാധാരണയാണ്. അതിനൊക്കെ തിരിച്ചിങ്ങനെ റെസ്പോണ്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാണെങ്കിൽ എവിടെ എത്തി നിൽക്കും കാര്യങ്ങൾ? പിന്നെ പ്രായമുള്ളവരും പ്രായം കുറഞ്ഞവരും തമ്മിൽ എന്താണ് വ്യത്യാസം? അല്ല, അറിയാത്തോണ്ട് ചോദിക്കാണ്. എനിവേ, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഉമ്മ സ്വന്തം മകളെ ന്യായീകരിക്കുന്നത് കണ്ടപ്പോൾ ഇത്തിരിയെങ്കിലും പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞത് മാത്രം. പിന്നെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പലരും പലതും കളിക്കും. ചിലർ തന്തക്ക് വിളിക്കും, തള്ളക്ക് വിളിക്കും, ചിലർ അടിച്ചു തീർക്കും. അതിന് ആ രീതിയിൽ അങ്ങ് കാണുക. അതല്ലാതെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ പുറത്തു വന്ന് ന്യായീകരിക്കാൻ നിൽക്കരുത്. അങ്ങനെ ന്യായീകരിക്കുക എന്നാണെങ്കിൽ പലർക്കും പലതും പറയാനുണ്ടാവും. ഗെയിമിന് ആ രീതിയിൽ അങ്ങ് കാണുക, അത്രയും